നമസ്കാരം, എല്ലാവർക്കും റേഷ് ഹിന്ദി വിദ്യാലയത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഓൺലൈൻ ക്ലാസ് 9 ഇതിൽ ഒരു പുതിയ പാഠം, അതിൽ ചോദിച്ച ചോദ്യവും വർക്ക്ഷീറ്റുമാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ സുഖ് ദുഃഖ് എന്ന കവിത പഠിച്ചു. സുമിത്രാനന്ദൻ പന്തിൻ്റെ സുഖ് ദുഃഖ് എന്ന കവിതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്കിന്ന് പുതിയൊരു പാഠം പഠിക്കാം. പാഠത്തിൻ്റെ പേരാണ് പിതാക്ക പ്രായശ്ചിത്. എന്താണ് പാഠത്തിൻ്റെ പേര്? പിതാക്ക പ്രായശ്ചിത്. ഇതൊരു സംസ്മരൺ എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പ്. പിതാക്ക പ്രായശ്ചിത് ഇതൊരു സംസ്മരണമാണ്, ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. സംസ്മരൺ മേ അപ്പിനെ അനുഭവം കി യാദ് കി ജാത്തി ഹെ. സംസ്മരണങ്ങളിൽ നമ്മളുടെ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക. അതിനാണ് സംസ്മരണം എന്ന് പറയുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നടന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ ഓർത്തെടുക്കും. അതിനെയാണ് ഈ സംസ്മരൺ അഥവാ ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത്. ഓർമ്മക്കുറിപ്പ് എഴുതിയത് നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ പോത്തയാണ്. പോത്ത വെച്ചാൽ ഗ്രാൻഡ് സൺ, പേരക്കുട്ടി. മഹാത്മാഗാന്ധിയുടെ മകനായ മണിലാൽ ഗാന്ധിയുടെ മകനാണ് അരുൺ ഗാന്ധി. അദ്ദേഹമാണ് ഈ ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ പോത്തയാണ്. പോത്ത എന്ന് വെച്ചാൽ ഗ്രാൻഡ് സൺ, പേരക്കുട്ടി. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധി के बेटे और महात्मा गांधी के पोते हैं. ഡോക്ടർ അരുൺ ഗാന്ധി മണിലാൽ ഗാന്ധിയുടെ മകനും മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയുമാണ്. അരുൺ ഗാന്ധിനെ 30 साल तक ടൈംസ് ഓഫ് ഇന്ത്യ में काम किया है. 30 വർഷത്തോളം അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആപ്കി അനേക കിതാബേം പ്രകാശിത്തെ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആപ് MK ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കെ സ്ഥാപക ഹെ. അദ്ദേഹം MK ഗാന്ധി എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനാണ്. യഹ് സംസ്ഥ അഹിംസ പർ ശോധ് കർത്തി ഹെ. ഈ സ്ഥാപനം അഹിംസയിലാണ് റിസർച്ച് ചെയ്യുന്നത്. അഹിംസയെ കുറിച്ചിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. ഇതാക്ക പ്രായശ്ചിത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഉസ് സമയ മേം 16 बरस का था और अपने माता पिता के साथ दक्षिण अफ्रीका के डरबन से करीब 18 मील दूर एक आश्रम में रहता था. उस समय में 16 बरस का था. അപ്പോൾ എനിക്ക് 16 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത്. और अपने माता पिता के साथ दक्षिण अफ्रीका के डरबन से करीब 18 मील दूर एक आश्रम में रहता था. അച്ഛൻ്റെ അമ്മയുടെ കൂടെ, അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊരു 18 മൈൽ ദൂരെയുള്ള ഒരു ആശ്രമത്തിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആശ്രമം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാ था. ആ ആശ്രമം ഞങ്ങളുടെ ദാദാജിയായ അച്ചാച്ചനായ മഹാത്മാഗാന്ധിയാണ് ഉണ്ടാക്കിയത്, സ്ഥാപിച്ചത്. സമയ അരുൺ ഗാന്ധിക്ക് ആയു കിത്നി थी. അരുൺ ഗാന്ധിയുടെ വയസ്സ് എത്രയായിരുന്നു ആ സമയത്ത്? 16 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. സോലഹ് ഉമ്ര 16 വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഡർബൻ കെ ഗാന്ധി ആശ്രമം. ഡർബനിലുള്ള ഗാന്ധിജിയുടെ ആശ്രമമാണ് ഇത്. ദൂർ ദറാസ്, സുദൂർ, റിമോട്ട്, വളരെ ദൂരെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ പറയാറില്ലേ റിമോട്ട് ഏരിയ എന്നൊക്കെ. അതായത് അധികം ആൾതാമസമൊന്നുമില്ലാത്ത ഒരു സ്ഥലം, പെട്ടെന്ന് എത്തിപ്പെടാത്ത സ്ഥലം, അതിനെയാണ് നമ്മൾ ദൂർ ദറാസ് എന്ന് പറയാം. സുദൂർ, റിമോട്ട്. ആക്ക ക്ഷേത്ര, ഏരിയ, പ്രദേശം. ഗന്നേ കെ ഖേത്, കരിമ്പിൻ പാടങ്ങൾ. ഡോസി, നൈബർ, അയൽക്കാർ. ആശ്രമം ദൂർ ദറാസ് കെ ഇലാക്കെ മേം ദ. ആശ്രമം ഒരു റിമോട്ട് ഏരിയയിലാണ്, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു റിമോട്ട് ഏരിയയിലാണ് ആശ്രമം. വഹാം ദൂർ ദൂർ തക് ബസ് ഗാനെ കെ ഖേത് ദേ. അവിടെ ദൂരെ ഇങ്ങനെ കണ്ണെത്താ ദൂരെ പടർന്നു കിടക്കുന്ന കരിമ്പിൻ തോട്ടാണുള്ളത്. ഷഹർ സെ ബഹുത് ദൂർ രഹ്നെ കെ കാരൻ വഹാം ഹമാരെ കോയി പടോസി നഹീ ദേ. ഷഹറിൽ നിന്ന്, അതായത് പട്ടണത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അയൽക്കാരുണ്ടായിരുന്നില്ല. ഈ ആശ്രമത്തിൻ്റെ ചുറ്റും വീടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഗ്രാമത്തിലാണിത്. ഷഹറിൽ നിന്ന്, പട്ടണത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പടോസി നഹീന്ദ എന്ന് വെച്ചാൽ അയൽക്കാരും ഉണ്ടായിരുന്നില്ല. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतज़ार में रहते थे. ഞാനും എൻ്റെ 2 സഹോദരിമാരും എപ്പോഴും
ഹമേശ ഷഹർ ജാനേക്ക് ഇന്തിസാർ മേം രഹത്തെ തെ. പട്ടണത്തിലേക്ക് എപ്പോഴാണ് പോകുക ആ പ്രതീക്ഷയോടു കൂടെ എപ്പോഴും ഇരിക്കാറുണ്ട്. ഹം ഷഹർ ജാനേക്ക് ഹർ മൗക്കേക്ക് തലാഷ് മേം രഹത്തെ തെ. ഞങ്ങൾ എപ്പോഴും പട്ടണത്തിലേക്ക് എപ്പോഴാണ് പോവാൻ അവസരം കിട്ടുക അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ജിസ്സെ ഹം അപ്നെ മിത്രോം സെ മിൽ സക്കെ. അതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും. ഓർ സാത്ത് ഹി വഹാം കെ സിനിമാഘർ മേം ഫിലിമേം ദേഖ് സക്കെ. മാത്രമല്ല സിനിമാ തിയേറ്ററിൽ പോയിട്ട് പടവും കാണാൻ സാധിക്കും. തലാഷ് അന്വേഷൻ സർച്ച്. വേ അപ്നി ബഹനോं के साथ शहर जाने की प्रतीक्षा में रहते थे क्यों. അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്തുകൊണ്ട്? ക്യോം കി എന്തുകൊണ്ടെന്നാൽ വഹാം കോയി പഡോസി നെഹീന്തെ. അവർക്ക് അവിടെ അയൽക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മൗക്ക അവസർ ഓപ്പർച്യൂണിറ്റി. വേ ഹമേശ ഷഹർ ജാന ചാഹ്തേ തെ ക്യോം. അവർ എപ്പോഴും പട്ടണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാറുണ്ട്. എന്തുകൊണ്ട്? ഉത്തരതാണ് ഉനേം അപ്നെ മിത്രോം സെ മിൽനാദ. അവർക്ക് അവരുടെ സുഹൃത്തുക്കളെ കാണണമായിരുന്നു. ഓർ സിനിമാഘർമേ ഫിലിമേം ബി ദേഖ്നി തി. മാത്രമല്ല അവർക്ക് തിയേറ്ററിൽ പോയിട്ട് പടം കൂടി കാണണമായിരുന്നു. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाऊं. ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടാക്കാൻ. ഉൻകി വഹാ പൂരെ ദിൻ കി ഏക് മീറ്റിംഗ് ദി. അദ്ദേഹത്തിന് അവിടെ ഒരു ദിവസം മുഴുവനുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുझसे ऐसे മൗക്കേക്ക് തലാഷ് ദി. എനിക്ക് അച്ഛൻ ഇങ്ങനത്തെ ഒരു അവസരത്തിനുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. ക്യോങ്കി മേ ഷഹർ ജാ രഹാദ. കാരണം ഞാൻ പട്ടണത്തിലേക്ക് പോകായിരുന്നു. മാംനെ മുझे സമാൻ ലാനേക്ക് ഏക് ലംബി ലിസ്റ്റ് ഗമാദി. അതായത് അമ്മ എനിക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ലിസ്റ്റ് ലംബി ലിസ്റ്റ് ജമാദി കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഷഹർമേ മുझे പൂരാ ദിൻ ബിതാനാദ. പട്ടണത്തിൽ എനിക്കൊരു ദിവസം മുഴുവൻ ചിലവഴിക്കാനുണ്ട്. इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നോട് ബാക്കിയുള്ള ജോലികളെല്ലാതും അവിടെ ചെയ്യാൻ പറഞ്ഞു. അതിൽ കാറിൻ്റെ സർവീസും കൂടി ഉണ്ടായിരുന്നു. ഇസ്മേ കാർ കി സർവീസിംഗ് ബി ഷാമിൽ ദി. ഇതിൽ കാറിൻ്റെ സർവീസും കൂടി ഉണ്ടായിരുന്നു. താന ചെലവഴിക്കുക ടു സ്പെൻഡ്. അരുൺ ഗാന്ധിക്ക് പിതാജി ക്യോം ഷഹർ ജാന ചാഹ്തേ തെ. അരുൺ ഗാന്ധിയുടെ അച്ഛൻ എന്തുകൊണ്ടാണ് പട്ടണത്തിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നത്? വഹാൻ ഷഹർ മേ പൂരേ ദിൻ കി ഏക് മീറ്റിംഗ് തി. അവിടെ പട്ടണത്തിൽ ഒരു ദിവസം മുഴുവനുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. അരുൺ ഗാന്ധി ക്യാ ചാഹ്തേ തെ. അരുൺ ഗാന്ധി എന്താണ് ആഗ്രഹിച്ചിരുന്നത്? ഷഹർ ജാന പട്ടണത്തിൽ പോകാൻ. പിതാജിനെ അരുൺ ഗാന്ധി സെ ക്യാ കഹാദ. അച്ഛൻ അരുൺ ഗാന്ധിയോട് എന്താണ് പറഞ്ഞത്? വഹാം കൈ ബക്കായ കാമോം കോ പൂരാ കർണേ കോ കഹാദ. അവിടെ ബാക്കി വന്ന ജോലികളും കൂടി ചെയ്യാനാണ് അച്ഛൻ പറഞ്ഞത്. ബക്കായ ബച്ചാ ഹുവ ബാക്കി മിച്ചം നിൽക്കുന്ന റിമൈനിങ്. നമുക്ക് കുറച്ച് വിശേഷണ ശബ്ദങ്ങൾ അതായത് നമ്മുടെ ഈ പാഠഭാഗത്തിലുള്ള കുറച്ച് വിശേഷണ ശബ്ദങ്ങൾ നോക്കാം. ഒന്നാമത്തെ മേം സോലഹ് ബറസ്കാദ. മാംനെ ലംബി ലിസ്റ്റ് ദമാദി. ഷഹർ മേം മുझे പൂരാ ദിൻ ബിതാനാദ. 4 ബക്കായ കാമോം കോ പൂരാ കർണാദ. എം സോലഹ് ബറസ്കാദ. ഇതിൽ വിശേഷണ ശബ്ദമാണ് സോലഹ്. യഹാം ബറസ് ശബ്ദ കാ വിശേഷൺ ഹെ സോലഹ്. ഇവിടെ ബറസ് എന്ന ശബ്ദത്തിൻ്റെ വിശേഷണമാണ് സോലഹ്. ആംനെ ലംബി ലിസ്റ്റ് ദമാദി. ഇവിടെ വിശേഷണ ശബ്ദമാണ് ലംബി. മാംനെ ലംബി ലിസ്റ്റ് ദമാദി. ആ വാചകത്തിലെ വിശേഷണ ശബ്ദമാണ് ലംബി. ഷഹർ മേം മുझे പൂരാ ദിൻ ബിതാനാദ. ഷഹർ മേം മുझे പൂരാ ദിൻ ബിതാനാദ. ഇതിൽ പൂര ആണ് വിശേഷണ ശബ്ദം. ബക്കായ കാമോം കോ പൂരാ കർണാദ. ഇവിടെ ബാക്കിയായ ജോലികൾ പൂർത്തിയാക്കണം എന്നല്ല വാചകം. ഇതിലെ വിശേഷണ ശബ്ദമാണ് പൂര. ദക്ഷിണാഫ്രിക്ക മേ അരുൺ ഗാന്ധി ഓർ ഉൻകാ പരിവാർ കഹാം രഹത്തെ തെ. ദക്ഷിണാഫ്രിക്കയിലെ അരുൺ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും എവിടെയാണ് താമസിച്ചിരുന്നത്? ഡർബൻ സെ കരീബ് 18 മീൽ ദൂർ ഏക് ആശ്രമം മേ. ഡർബനിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരെയുള്ള ആശ്രമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. ഇസ് ആശ്രം കി സ്ഥാപന കിസ്നെ കി തി. ഈ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? അരുൺ ഗാന്ധിക്ക് ദാദാജി മഹാത്മാഗാന്ധിനെ. അരുൺ ഗാന്ധിയുടെ ദാദാജിയായ മഹാത്മാഗാന്ധി. അരുൺ ഗാന്ധി ഷഹർ ജാന ചാഹ്തേ തെ. ഇസ്കെ ക്യാ ക്യാ കാരൺ ഹെ. അരുൺ ഗാന്ധി പട്ടണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു.
ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? അതാണ് ചോദ്യം. शहर से दूर रहने के कारण उनके कोई पड़ोसी नहीं थे. പട്ടണത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അയൽക്കാർ ഉണ്ടായിരുന്നില്ല. വേ ഷഹർ ജാക്കർ മിത്രോം സെ മിൽന ചാഹത്തെ തെ. അതുകൊണ്ട് അവർ പട്ടണത്തിൽ പോയിട്ട് സുഹൃത്തുക്കളെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. വേ ഷഹർ ജാക്കർ ഫിലിം ബി ദേഖ്ന ചാഹത്തെ തെ. കൂടാതെ പട്ടണത്തിൽ പോയിട്ട് പടവും അതായത് സിനിമയും കാണാൻ കൂടി അവർ ആഗ്രഹിച്ചിരുന്നു. ഷഹർ ജാക്കർ അരുൺ ഗാന്ധിക്കോ ക്യാ ക്യാ കർണാത. പട്ടണത്തിൽ പോയിട്ട് അരുൺ ഗാന്ധിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുണ്ടായിരുന്നത്? ഉത്തരം വഹാം ജാക്കർ കുച്ചു കാമോം കോ പൂരാ കർണാത. കാർ കി സർവീസും ബി കർണീതി. അതായത് പട്ടണത്തിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെ സർവീസും അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നു. സഹി മിലാൻ കരേം. ശരിയായത് തിരഞ്ഞെടുത്തിട്ട് എഴുതുക. ബറസ്, ദൂർ, ദറാസ്, ഇലാക്ക, അവസർ, ഇന്തസാർ. ഇതാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പുറത്ത് സുദൂർ, പ്രദേശ്, വർഷ്, പ്രതീക്ഷ, മൗക്ക. ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് തെറ്റായിട്ടാണ്. നമുക്കിനി ഇതിൻ്റെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. ബറസ്, ബറസിൻ്റെ ശരിയായത് വർഷ്. ദൂർ ദറാസ്, അതിൻ്റെ ശരിയായത് സുദൂർ. ഇലാക്ക, അതിൻ്റെ ശരിയായത് പ്രദേശ്. അവസർ മൗക്ക. ഇന്തസാർ പ്രതീക്ഷ. ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. നമ്മൾ ഇന്ന് പഠിച്ചത് 8th സ്റ്റാൻഡേർഡ് ഓൺലൈൻ ക്ലാസ് 9 പുതിയ ഒരു പാഠവും അതിലെ ചോദ്യവും പിന്നെ വർക്ക്ഷീറ്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇത്രയുമാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.